അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത് മർഹബ ഹലാൻ ഹബായിബി. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് പ്രോനൗൺസ്, പൊസസീവ് പ്രോനൗൺസ് ആയിരുന്നു. ഇത് ഉപയോഗിച്ചുകൊണ്ട് സെന്റൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിന് കൂടുതൽ എക്സാമ്പിൾസ് എന്ന നിലക്കാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് പ്രോനൗൺസ് ആൻഡ് പൊസസീവ് പ്രോനൗൺസിന് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ അതിൽ ആദ്യമായിട്ട് നമ്മൾ നേരെ സെന്റൻസിലേക്ക് പോവാണ്. ഫസ്റ്റ് സെന്റൻസ് ആയിട്ട് നമുക്ക് പറയാം ഹെർ ഹൗസ്. ഹെർ ഹൗസ് എന്നുള്ളത് വളരെ ചെറിയൊരു സെന്റൻസ് ആണ്. ഇത് ഹീ, ഷീ ഒക്കെ നമ്മൾ പഠിച്ചു പ്രോനൗൺസ്. ഇവിടെ ഷീ എന്നുള്ളത് ഹെർ എന്നായി, അവളുടേത് എന്ന് പറയുമ്പോൾ ഇതിന്റെ അറബി വരുന്നത് ബൈറ്റ് ഹാ. ബൈറ്റ് ഹാ. ഹാ എന്നുള്ള പൊസസീവ് പ്രോനൗൺ ചേർത്തുകൊണ്ട് നമുക്ക് അവളുടെ വീട് എന്ന് പറയാം, ബൈറ്റ് ഹാ. ഇനി നമ്മൾ മറ്റു രണ്ട് യൂസേജുകളുടെ പഠിച്ചിരുന്നു. ഒന്ന് മാൽ എന്നുള്ളതും മറ്റൊന്ന് ഹഗ് എന്നുള്ളതും. മാൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന വേർഡ് പറഞ്ഞതിന് ശേഷം അതിൽ പ്രോനൗണോ പോസസീവ് പ്രോനൗണോ ചേർക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മാൽ ചേർത്ത് പറയാം. അപ്പോൾ മാൽ ചേർക്കുകയാണെങ്കിൽ നമുക്ക് പ്രോനൗൺ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പോസസീവ് പ്രോനൗൺ യൂസ് ചെയ്യാം. എക്സാമ്പിൾസ് നോക്കാം. ഹെർ ഹൗസ് എന്നുള്ളത് തന്നെ പറയുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ബൈറ്റ് മാൽ ഹിയ എന്ന് പറയാം. ബൈറ്റ് മാൽ ഹിയ പ്രോനൗൺ യൂസ് ചെയ്ത് പറയുമ്പോൾ ബൈറ്റ് മാൽ ഹിയ. പൊസസീവ് പ്രോനൗൺ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ബൈറ്റ് മാൽ ഹാ. ബൈറ്റ് മാൽ ഹാ എന്ന് പറയാം. ഇനി മറ്റൊന്നാണ് ഹഗ്. ഹഗ് എന്ന യൂസേജ് കൂടുതൽ സൗദിയിലൊക്കെ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഹഗ്. ഇത് ഹക്ക് എന്നാണ്, അവകാശം എന്ന അർത്ഥത്തിൽ യൂസ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഇത് ഹെർ ഹൗസ് എന്നുള്ളത് ഹഗ് ചേർത്ത് പറയുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ മാലിന് പകരം ഹഗ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ബൈറ്റ് ഹഗ് ഹിയ. ബൈറ്റ് ഹഗ് ഹിയ. പോസിറ്റീവ് പ്രോണൗൺ ചേർത്ത് പറയുമ്പോൾ ബൈറ്റ് ഹഗ് ഹ. ബൈറ്റ് ഹഗ് ഹ. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ദിസ് ഇസ് ഹിസ് ഓഫീസ്. ഓഫീസ് എന്നുള്ളതിന് മക്തബ് നമ്മൾ പഠിച്ചു. ഹിസ് ഓഫീസ്. ദിസ് എന്ന് പറയാൻ നമ്മൾ പറയുന്ന വേർഡ് അത് മെയിലാണോ ഫീമെയിലാണോ നോക്കണം. മക്തബ് എന്നുള്ള വേർഡ് അത് മെയിലാണെന്ന് അറിയാം. അപ്പോൾ ദിസ് എന്ന് പറയാൻ നമുക്ക് ഹാദ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിന് ഹാദ മക്തബുഹു. ഹാദ മക്തബുഹു. ഇത് അവൻ്റെ ഓഫീസാണ് എന്നങ്ങനെ പറയാം. ഇനി നമ്മൾ ഇതിലേക്ക് മാൽ ചേർത്തുകൊണ്ട് പറയുകയാണെങ്കിൽ ഹാദ മക്തബ് മാൽ ഹുവ. പ്രൊണൗൺ ചേർത്ത് പറയുമ്പം മക്തബ് മാൽ ഹുവ. ഹാദ മക്തബ് മാൽ ഹുവ എന്ന് പറയാം. എന്നാൽ പൊസസീവ് പ്രോനൗൺ ആണ് ചേർക്കുന്നത് എങ്കിൽ ഇതിനെ നമുക്ക് ഹാദ മക്തബ് മാൽ ഹു. മാൽ ഹു എന്ന് പറയാം. ഹു എന്നുള്ള പൊസസീവ് പ്രോനൗൺ ആണ് ചേർന്നത്. ഇനി ഹഗ് ചേർത്ത് പറയുകയാണെങ്കിൽ ഇവിടെ മാലിന് പകരം ഹഗ് ചേർക്കാം. ഹാദ മക്തബ് ഹഗ് ഹുവ. ഹാദ മക്തബ് ഹഗ് ഹുവ. ഇനി അതിൽ തന്നെ പോസസീവ് പ്രോനൗൺ ആണ് ചേർത്ത് പറയുന്നതെങ്കിൽ ഹാദ മക്തബ് ഹഗ് ഹു. ഹഗ് ഹു എന്ന് പറയാം. ഒരു എക്സാമ്പിൾ കൂടെ നോക്കണം. ഇതിൽ ദിസ് ഈസ് ദെയർ കമ്പനി. ഇത് അവരുടെ കമ്പനിയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ദിസ് ഈസ് ദെയർ കമ്പനി. കമ്പനി എന്നുള്ളതിന് ശരിക്ക അല്ലെ. അവരുടെ കമ്പനി എന്നുള്ളതിന് ശരിക്കറ്റ് ഹും എന്ന് പറയാം. ഇവിടെ ദിസ് എന്നുള്ളതിന് ഹാദി, ഫെമിനിൻ വേർഡ് ആയതുകൊണ്ട് ഹാദി ചേർക്കുന്നു. ഹാദി ശരിക്കറ്റ് ഹും. ഹാദി ശരിക്കറ്റ് ഹും. ഓക്കെ. ഇനി മാൽ ചേർത്തുകൊണ്ട് നമുക്ക് എങ്ങനെ പറയാം? ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഹും എന്നുള്ളതിൻ്റെ പ്രോനൗണും പൊസസീവ് പ്രോനൗണും സെയിം ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ പ്രോനൗൺ യൂസ് ചെയ്ത് പറയുന്ന അതേപോലെ തന്നെ പൊസസീവ് പ്രോനൗൺ യൂസ് ചെയ്തുകൊണ്ട് പറയാൻ പറ്റും. അതായത് ഹാദ ശരിക്ക മാൽഹും. ഹാദ ശരിക്ക മാൽഹും. ഇത് അവരുടെ കമ്പനിയാണ്. അതുപോലെ ഹഗ് യൂസ് ചെയ്തുകൊണ്ട് പറയുകയാണെങ്കിൽ ഹാദ ശരിക്ക ഹഗ് ഹും. ഹാദ ശരിക്ക ഹഗ് ഹും എന്ന് പറയാം. ഓക്കെ. ഇതുപോലെ വ്യത്യസ്ത സെന്റൻസുകൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് നശൂഫ് ബഅദൈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.